ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ അലീനയെ കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുവരികയാണല്ലോ മനു. ബാലചന്ദ്രനും കൂടി പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇതൊന്നും വൈജയന്തി കാണുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഒരു പെൺകുട്ടിയെ മുത്തശ്ശിയെ നോക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കുട്ടി എവിടെയെന്ന് ചോദിക്കണം. എൻ്റെ മോനെ അത് അവളെ എല്ലാവരും കൂടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി കൂടുതൽ കാര്യങ്ങൾ പറയണ്ട, അവളെ എവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. എല്ലാവരും കൂടെ അതിനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിട്ടു മോനെ എന്ന് പറയണേ. അതെന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അനിയനാണ് പ്രശ്നം, അവനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവമല്ലേ അത് അവനെടുത്തു, അങ്ങനെയാണ് അവൻ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയട്ടോ. അപ്പോൾ അലീനയെ പറ്റി മനു പറയുന്നത്, അങ്ങനെ ഒരു പെൺകുട്ടി ഇനി എവിടെയെങ്കിലും കിട്ടുമോ മുത്തശ്ശി, അത്രയും സ്നേഹമുള്ളൊരു കുട്ടിയെ എവിടെയും കിട്ടില്ല മോനെ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാട്ടോ മുത്തശ്ശി. എന്നാൽ ഞാനിനി ഒരു കാര്യം ചെയ്യാം, അവളെ ഞാൻ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാം, പക്ഷേ അവൾ മുത്തശ്ശിയെ എങ്ങനെ നോക്കുന്നോ എങ്ങനെ കെയർ ചെയ്യുന്നോ അതേ സപ്പോർട്ട് മുത്തശ്ശി അവൾക്കും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനയെ പോയി വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അലീനയെ കണ്ടതും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്, മോളേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് കരയാട്ടോ അലീന. നീ ഇങ്ങോട്ട് കയറി വന്നേ മോളെ, ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ അലീന അകത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ട്, എൻ്റെ പൊന്നും മോളെ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു, നീ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞാനിനി എന്ത് ചെയ്യും, മരിച്ചാൽ മതി എന്നവരെ എനിക്ക് തോന്നി, ഞാനിനി ഇവിടെ കിടന്ന് മരിക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അല്ലാതെ എന്നെ നോക്കാൻ ഇനി ആര് വന്നാലും നീ നോക്കുന്ന പോലെ ആവില്ല എന്നൊക്കെ പറയണം. നിന്നെ കൈവിട്ട് കളയാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല എന്നൊക്കെ മുത്തശ്ശിയും അവളും കൂടെ ഇങ്ങനെ പറഞ്ഞ് കരയാട്ടോ. എൻ്റെ പൊന്നു മുത്തശ്ശി, എന്നെ പറ്റി അവർ പറഞ്ഞതൊക്കെ മുത്തശ്ശി കേട്ടില്ല, അത് കേട്ടിട്ടും എല്ലാം തെളിയിച്ചിട്ടും ഞാൻ ഇവിടുന്ന് പോവാൻ തന്നെയാണ് നിന്നത്, പക്ഷെ മനുവേട്ടൻ വിട്ടില്ല എന്ന് പറയട്ടോ. മനു നിന്നെ വിടില്ല മോളെ, അവനൊരിക്കലും നിന്നെ കൈവിടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് മനു സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയണം, എന്നെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് മനുവേട്ട ഞാൻ എന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട, എന്തൊക്കെ ഇനി ഇവിടെ നടന്നാലും ഓൺ ദ സ്പോട്ടിൽ എന്നെ അറിയിച്ചോളണം, നിൻ്റെ ഫോൺ ഏത് സമയം കംപ്ലൈൻ്റ് ആണല്ലോ, ഞാൻ മുത്തശ്ശിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതിൽ വാട്സപ്പും എല്ലാം ഉള്ള ഫോൺ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം, അതുപോലെ വീഡിയോ കോൾ ചെയ്യാം എന്നൊക്കെ പറയാട്ടോ മനു. അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞോളാം, ഇനി അവൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിന്നെ വിളിച്ചോളാം മോനെ, നീ എന്തായാലും ഒരു ഫോൺ വാങ്ങിച്ചു താ, എനിക്ക് നിന്നെ വിളിക്കണം, എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ വേണം, ഇവളുടെ ഫോൺ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, അതിലങ്ങനെ ചാർജൊന്നും നിൽക്കുന്നില്ല എന്നൊക്കെ പറയണം. അപ്പം ഞാൻ എന്തായാലും 2 പേർക്കും കൂടി ആയിട്ട് ഒരു ഫോൺ അങ്ങോട്ട് വാങ്ങിച്ചു തരാമെന്ന് പറയട്ടെ മനു. അങ്ങനെ മനു പറയുന്നുണ്ട്, ഞാനീ ചായ ഒന്നും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ മനു. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, ഇന്ന് അവൾ ഇവിടെ നിന്ന് പോകുന്ന ദിവസമായിട്ടും രാവിലെ എല്ലാവർക്കുള്ള ഭക്ഷണം അവൾ ഉണ്ടാക്കി വെച്ചു, രാത്രിയിലേക്ക് വരെയുള്ള സാധനങ്ങൾ സെറ്റാക്കി, ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ടാണ് അവൾ ഇവിടുന്ന് പോകാനായിട്ട് നിന്നത് എന്ന് പറയട്ടോ. ആണോ, എന്നാൽ പെട്ടെന്ന് പോയി വിളമ്പി, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ അലീനയെ അവിടെ നിന്ന് പറഞ്ഞേക്കണം. അതിന് ശേഷം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഒരു പാവം കൊച്ചാണ് മുത്തശ്ശി, അത് ഇത്തിരി സ്നേഹം കിട്ടിയാൽ മതി, അതിനതവിടെ എന്തു സഹിച്ചു നിന്നോളും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഭയങ്കര വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, അതേ മോനെ എനിക്കറിയാം, ഇത്രയും നല്ലൊരു കൊച്ചിനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട് അവൾ ഏതോ ഒരു നല്ല കുടുംബത്തിൽ നല്ലൊരു അമ്മയ്ക്കും അച്ഛനും ജനിച്ച കൊച്ചാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് തന്നെ പറയാട്ടോ. എന്താണെങ്കിലും അവളുടെ പാസ്റ്റ് കണ്ടെത്തണം, അവൾ എങ്ങനെ സ്നേഹനികേതനത്തിൽ എത്തി എന്നുള്ളതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയണം മനു. അപ്പോൾ അലീനയുടെ പാസ്റ്റ് അന്വേഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ മനു. ഇനിയിപ്പോൾ പാസ്റ്റ് അന്വേഷിച്ച് ചെന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അവളെ ഞാൻ ഒരിക്കലും കൈവിടില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ, എന്താ നീ പറഞ്ഞേ, അല്ല അവളെ ഇവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും അവളെ ഞാൻ കൈവിടില്ല, എന്നെ മുത്തശ്ശിനെ ഏൽപ്പിച്ചതല്ലേ, അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കും, ആ ജോലി നീ ഇപ്പം ശരിയാക്കാൻ നിൽക്കണ്ട, കുറച്ച് കഴിയട്ടെ, അപ്പം ഞാൻ പറയാം, അപ്പം ശരിയാക്കിയാൽ മതി എന്ന് മുത്തശ്ശി പറയട്ടോ. അപ്പോൾ ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് മനു അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ മനു അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് വൈജയന്തി ബാങ്കിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നതാട്ടോ. അപ്പോൾ നീ അവളെ വീണ്ടും വിളിച്ച് കയറ്റിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ആൻറ്റി, തെറ്റ് ചെയ്തവരല്ലേ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടത്, തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് മുത്തശ്ശിയെ നോക്കാനായിട്ട്, മുത്തശ്ശിയുടെ ഒരു കാര്യങ്ങളും ഇതുവരെ സെറ്റായിട്ടില്ല, ആൻറ്റി കണ്ടതല്ലേ അവിടെ മുത്തശ്ശി എങ്ങനെയാണ് കിടന്നിരുന്നതെന്ന്, അലീന വന്നപ്പോൾ മുത്തശ്ശിക്കുണ്ടായ മാറ്റങ്ങളൊക്കെ ആൻറ്റി കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാണ് നീ പറയുന്നത്, പക്ഷേ അവളുടെ സ്വഭാവശുദ്ധിയൊക്കെ ഇപ്പോൾ തെളിഞ്ഞില്ലേ ആൻറ്റി, എന്നിട്ടും ഇനി എന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര കണ്ട് വിശ്വാസം പോരാ. രോഹിത് അങ്ങനെ കാശ് കട്ടെടുക്കുന്ന ആളൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആൻറ്റി ഒന്ന് നല്ല 2 പൊട്ടിക്കൽ കൊടുത്തിട്ടൊന്ന് ചോദിച്ചു നോക്ക്. രോഹിത് തത്ത പറയും പോലെയല്ല, താറാവ് പറയും പോലെ പറയും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് രോഹിത് പറയുമെന്ന് പറയട്ടോ.
അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയും അലീനയും ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് ഏകദേശം ഇവിടെ എറണാകുളത്തുള്ള ഇൻഫോ പാർക്കിൽ ജോലി സെറ്റാകും. അപ്പോൾ ഞാൻ അവിടെ ഒരു റൂം എടുത്ത് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റൂം അല്ലെങ്കിൽ ഞാനൊരു വീട് തന്നെ എടുക്കും മുത്തശ്ശിക്കും അലീനയ്ക്കും വേണ്ടിയിട്ട് എന്ന് പറയട്ടോ. ഇത്രയൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യാൻ അവൾ നിൻ്റെ ആരാ മനു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആരും അല്ലായിരിക്കാം, പക്ഷേ അവളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം ആവശ്യം എനിക്കുണ്ട്. എന്നെ മുത്തശ്ശിനെ ഏൽപ്പിച്ചതാണ്, അവളെ കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണെന്ന് പറയട്ടോ. അങ്ങനെ വൈജയന്തി പിന്നെ ബാങ്കിലേക്ക് പോവുകയാണ്. അതിനുശേഷം അലീന ഭക്ഷണം എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അലീനയെ അടുത്തേക്ക് ബാങ്കിലേക്ക് പോകണം മുന്നേ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ വൈജയന്തി. എന്നിട്ട് അലീന ഇങ്ങനെ അവിടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല നിന്നെ ഇവിടെ കയറ്റിയത്, എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിന്നെ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് വീണ്ടും പറഞ്ഞയക്കുന്നതായിരിക്കും എന്ന് വൈജയന്തി പറയുമ്പോൾ, എനിക്കിവിടെ നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല, ഇപ്പോൾ എനിക്കിവിടെ നിന്നിടത്തോളം മതിയായി, കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടി എന്ന് പറയുകയാണ്. ഞാൻ അത്രയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മേഡത്തോട്, എന്നെ ദ്രോഹിക്കാനാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകരുത് എന്ന്. പക്ഷെ മേഡം അത് കേട്ടില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ മാനസികമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. മാഡം എന്തായാലും പൊക്കോ, ഇപ്പോൾ പോകാൻ സമയമായില്ലേ, മാഡത്തിനുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയട്ടെ. അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വൈജയന്തി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെ. പിന്നീട് അലീന ഭക്ഷണമൊക്കെ വിളമ്പി എടുത്ത് വെക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് മനുവിനും ബാലചന്ദ്രനും കൂടി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ എടുത്തു വെച്ചിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ കഴിച്ചോ മോളെ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഭയങ്കര സ്നേഹമാട്ടോ ബാലചന്ദ്രൻ അലീനയോട്, ഒരു മകളോട് എന്ന പോലുള്ളൊരു സ്നേഹമാണ് ബാലചന്ദ്രന്. നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചോളാം സാർ എന്ന് പറയട്ടോ. നീയും കൂടി കഴിക്കുക, ഇനിയിപ്പോൾ നീ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ, എന്തിനാ വെച്ച് താമസിപ്പിക്കുകയെന്ന് ചോദിക്കണം. ആ കഴിക്കാമെന്ന് പറയാട്ടോ. അങ്ങനെ മനു പറയുന്നുണ്ട്, നീ ഇരുന്ന് കഴിക്കുക അലീന എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം മനുവും ബാലചന്ദ്രനും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട് അലീനയ്ക്കും വിളമ്പാൻ പറയുന്നത്. അങ്ങനെ അലീന ഒരു പ്ലേറ്റിൽ വിളമ്പിയിട്ട് പുറകെ നിന്ന് കഴിക്കുക കേട്ടോ. നീ എന്തിനാ അവിടെ നിന്ന് കഴിക്കുന്നത്, ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കുന്നു പറയുമ്പോൾ അയ്യോ അത് വേണ്ട, ഞാനിവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയട്ടോ അലീന. അത് പറ്റില്ല, ഇവിടെ വന്ന് ഇരുന്ന് കഴിക്കുക അലീന, ഇവിടെ വന്നിരുന്ന് കഴിക്കും മോളെന്ന് പറയട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ അലീന അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്, കറികളൊക്കെ വിളമ്പി കൊടുക്കട്ടോ മനു. അപ്പോൾ അലീന ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് മനുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ നോട്ടം പാവം, മനുവിൻ്റെ നോട്ടമൊക്കെ ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരന് മനസ്സിലാവുന്നുണ്ട് ഏകദേശം മനുവിന് അലീനയോട് ഒരു ചെറിയൊരു ചായ്വുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനകത്ത് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. കാരണം ഇതൊക്കെ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആവുമെന്നറിയാം. അതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. എന്താണെങ്കിലും ഇനി നീ മാറിയിരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെയല്ലേ ഇവിടെ ഇരിക്കുമെന്ന് പറയട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് അലീന ഭക്ഷണം കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ സംസാരിച്ച് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മോള് മറന്നു കള, ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുക. എന്താണെങ്കിലും മോളുടെ സ്വഭാവശുദ്ധിയിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചെറിയ തെറ്റിദ്ധാരണ, എല്ലാവരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു. അതുകൊണ്ട് മോൾ അതൊക്കെ മറന്നു കള, ഇനി നല്ല ഒരു തുടക്കമാവട്ടെ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയാട്ടോ. അലീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചതേ ഇല്ല, ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് കരുതി തന്നെയാണ് ഇവിടെ എല്ലാവരെയും ഞാൻ സ്നേഹിച്ചതും കെയർ ചെയ്തതും. സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മുത്തശ്ശി, അങ്ങനെ എല്ലാവരും ഞാൻ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ എനിക്ക് കിട്ടിയത് നേരെ തിരിച്ചാന്നൊക്കെ പറയട്ടോ. ഇനിയും മോൾ അങ്ങനെ തന്നെ കണ്ടോ, എന്നെ അച്ഛനായിട്ട് തന്നെ കണ്ടോ എന്ന് പറയാട്ടോ. വൈജയെ അമ്മയായിട്ട് തന്നെ കണ്ടോ, വിളിക്കുന്നത് മാഡം എന്നാണെങ്കിലും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മാഡം എന്നാണ് വിളിക്കുന്നതെങ്കിലും മനസ്സിൽ 100 ആവർത്തി അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്ന് അലീന പറയാട്ടോ. അത് കേട്ടിട്ട് മനു ഇങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് നോക്കാട്ടോ. ഒരാളെ അമ്മയെന്ന് വിളിക്കാനുള്ളൊരു ആഗ്രഹം അലീനയ്ക്കുണ്ടല്ലോ. അലീന ബ്രിജിത്ത മമ്മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും സ്വന്തം അമ്മയാണ് വിളിക്കുന്നതെന്ന് ഇവർക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ എന്താണെങ്കിലും വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മനു പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ മനു ബാലചന്ദ്രൻ പിന്നെ കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നീടാണ് മനു പോകുന്നത്. അപ്പോൾ മനു പോകാൻ നിൽക്കുമ്പോൾ അലീനയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം, എന്ത് കാര്യമാണെങ്കിലും നിസ്സാരമായ കാര്യമായിക്കോട്ടെ, ഒറ്റയ്ക്ക് എന്താ പറയുക വിഷമിക്കേണ്ട, ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട, എന്തും അനുഭവിക്കാൻ, എന്തും ഷെയർ ചെയ്യാൻ ഞാനുണ്ട് നിനക്ക് എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഇത്രയും ഒരു സപ്പോർട്ട് മനുവിൻ്റെ അടുത്തുനിന്ന് ഒരാളുടെ അടുത്തുനിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെ ഭയങ്കര സ്നേഹം ഇഷ്ടമൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം
അലീനയോട് പറയുന്നത് കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണിൽ മഴവില്ല് കാണാമല്ലോ എന്ന് പറയാട്ടോ. ഇതേ മഴവില്ല് കാണാം, അതായത് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പീലിക്കുള്ളിലൂടെ ആ വെള്ളത്തുള്ളിയിൽ കണ്ണുനീർ തുള്ളിക്കുള്ളിലൂടെ ഇങ്ങനെ എന്താ പറയുക മഴവില്ല് പോലെ പല വർണ്ണങ്ങളും കാണുന്നത്. ഇതേ കണ്ണിൽ മഴവില്ല് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പം ഈ മഴവില്ല് സന്തോഷത്തിൻ്റേതാവട്ടെ എന്ന് പറയാട്ടോ മനു. അങ്ങനെ അവളുടെ ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് എന്നാൽ ഞാൻ പോയിട്ട് വരാം, ഇനി ഞാനൊരു മൊബൈലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം, മുത്തശ്ശിക്കും അതുപോലെ തനിക്കും കൂടിയായിട്ടാണ് ഞാൻ വാങ്ങുന്നത്, മുത്തശ്ശിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അപ്പോൾ താനല്ലേ യൂസ് ചെയ്യുക എന്നൊക്കെ പറയാട്ടോ. അപ്പം അങ്ങനെ അലീനയോട് യാത്ര പറഞ്ഞ് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിട്ട് മനു പോവുകയാണ്. ഭയങ്കര സന്തോഷമാവും കേട്ടോ അലീനയ്ക്ക്, തനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയതിൽ. അങ്ങനെ മനു നേരെ വീട്ടിലേക്ക് ചെല്ലട്ടോ. വീട്ടിലെത്തുമ്പോഴാണെങ്കിൽ ഹരി എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് ആകെ കുളമാക്കി വെച്ചേക്ക് കേട്ടോ. മനുവേട്ടൻ തന്നെ അപമാനിച്ചു, അവിടെ കൊണ്ടുപോയി നാണം കെടുത്തി എന്നുള്ള രീതിയിൽ സംസാരിച്ച് വെച്ചേക്കാണ്. മനു ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ കമല കലി തുള്ളിയിട്ടാട്ടോ നിൽക്കുന്നത്. നീ എന്താടാ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി അവിടെ കിടന്ന് നാണം കെടുത്തിയത്, അവളുടെ മുന്നിൽ നാണം കെടുത്തിയത്, അവനെന്തോ കുസൃതി ഒപ്പിച്ചു എന്ന് കരുതിയിട്ട്. അമ്മയുടെ മൻ ചെറിയ കുസൃതിയൊന്നുമല്ല ഒപ്പിച്ചത്, വലിയ ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അവൻ അവിടെ ചെയ്തത് എന്ന് പറയുമ്പോൾ അതൊരു വെറും വേലക്കാരി പെണ്ണല്ലേ, അതിൻ്റെ കാര്യത്തിൽ നീ എന്തിനാ ഇത്രയ്ക്ക് ഇതെടുക്കുന്നത്, അവളെ ഇത്രയ്ക്ക് കെയർ ചെയ്യുന്നത് നീ എന്തിനാ, നിൻ്റെ ആരുമല്ലല്ലോ അവൾ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആരുമല്ല, പക്ഷേ അതൊരു പെൺകുട്ടിയാണ്, ഏതോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഒരു കുട്ടിയാണ് അവൾ, അവളുടെ സ്വഭാവ ശുദ്ധിയാണ് ഇവൻ പോയിട്ട് മോശമാക്കാൻ ശ്രമിച്ചത്, ഇവൻ ആളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ഇപ്പോൾ ഇങ്ങനെ നിസ്സാരമായിട്ട് ചെയ്യുമ്പോൾ ഒരു അവസരം കിട്ടിയ ഇവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ആമ്പിള്ളേരുടെ ഒരു കുസൃതിയല്ലേ, അത്ര കണ്ടാൽ മതി, അല്ലാതെ അവൻ അങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവില്ല എന്നൊക്കെ കമലിങ്ങനെ സപ്പോർട്ട് ചെയ്യട്ടെ ഹരിയെ പറ്റിയിട്ട്. ഹരി ഇങ്ങനെ വളരെ മോശമായിട്ട് മനുവിനെ പറ്റി ഇങ്ങനെ സംസാരിച്ച് വെച്ചേക്കണം, എന്നെ കൊണ്ടുപോയി നാണം കെടുത്തി എന്നൊക്കെയുള്ള രീതിയിൽ. ഇവിടെ ഇട്ടെന്നെ നീ അവനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യലും തല്ലലും ഒക്കെ, അതും പോരാഞ്ഞിട്ടാണോ നീ അവിടെ കൊണ്ടുപോയിട്ട് അവനെ നാണം കെടുത്തിയത്. അതൊക്കെ സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ടാട്ടോ, അകത്തേക്ക് പോലും കയറിയിട്ടില്ല. കമലൊരു രാക്ഷസിയെ പോലെ വന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഉറഞ്ഞു തുള്ളിയും കൊണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അവൻ എൻ്റെ അനിയനാണെങ്കിൽ എനിക്ക് അവനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയട്ടെ. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ആമ്പിള്ളേർ കാണിക്കുന്നത് പോലെ ഒരു കുസൃതി, അത് രോഹിത്തിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു കാര്യം, അതിന് അവനെ ഇത്രയ്ക്ക് ശിക്ഷിക്കണമായിരുന്നോ, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നാണം കെടുത്തണമായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ. അത് തന്നെ വേണമായിരുന്നു, എന്നാൽ ആ പെൺകുട്ടിയുടെ സ്വഭാവ ശുദ്ധിയെ പറ്റിയുള്ള സംശയം അവിടെ നിന്ന് നീങ്ങുള്ളൂ, ആ തെറ്റിദ്ധാരണ നീങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ അവളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാൻ നീ എന്തിനാണ് നടക്കുന്നത്, നിൻ്റെ ആരുമല്ലല്ലോ അവൾ എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ, എനിക്ക് മുത്തശ്ശിന് ഞാൻ കൊടുത്ത വാക്കാണ് അവളെ ഞാൻ സംരക്ഷിച്ചോളാം, അതുകൊണ്ട് എനിക്ക് അവളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയട്ടോ. എന്നാൽ നീ പോയി അവളെ കെട്ടടാ, അത്രയ്ക്ക് നിനക്ക് തരണമുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾ അങ്ങനെ നിനക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ അവളെ പോയി കെട്ട്, നിൻ്റെ ഭാര്യയൊന്നുമില്ലല്ലോ അവൾ, നീ ഭാര്യയാക്കി കൂടെ പൊറിപ്പിക്കുന്നൊക്കെ പറയട്ടോ. അത് വേണ്ടത് ഞാൻ ആലോചിച്ച് ചെയ്തോളാം എന്ന് പറയട്ടോ മനു. അപ്പോൾ കമലിക്ക് ഭയങ്കര ദേഷ്യം വരാം, നീ ആലോചിച്ച് ചെയ്യാമെന്നോ, നീ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്, നീ എങ്ങനെ ആലോചിച്ച് ചെയ്യാനും മാത്രം നീ വളർന്നോ, നീ ആരെ കല്യാണം കഴിക്കണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അല്ലാതെ നിനക്ക് നിൻ്റെ തോന്നിയ ഇഷ്ടത്തിന് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അമ്മ തന്നെയല്ലേ ഇപ്പം എന്നോട് പറഞ്ഞത് നീ അവളെ പോയി കെട്ടടാന്ന്, അത് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ ഇപ്പോൾ അവളെ കെട്ടാൻ പോവാണോ. അപ്പം മനു പറയുന്നുണ്ട് ഞാൻ ആരെ കല്യാണം കഴിക്കണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം, അമ്മ അപ്പം അതാലോചിച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ആദ്യം ഒന്ന് സെറ്റിലാവട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ടല്ല അക്കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ അലീനയാണ് കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നതെങ്കിൽ ഞാൻ അലീനയെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയട്ടോ. നീ ഒന്ന് കല്യാണം കഴിക്കുക, എനിക്കതൊന്ന് കാണണമെന്ന് പറയട്ടോ. അമ്മ ഇപ്പം അതിനെപ്പറ്റി സംസാരിച്ച് മുഷിയാൻ നിൽക്കണ്ട, ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് കമല അവിടെ നിന്ന് പോകണം. ആ സമയത്ത് മനു ആണെങ്കിൽ അലീനയെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് അവിടെ ഇങ്ങനെ നിൽക്കട്ടോ, അലീനയുടെ ഓരോ ചിരിയും മുഖഭാവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. അതേസമയം അലീനയാണെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കറക്റ്റായിട്ട് വീണ്ടും ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മനു വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, നീ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവുമല്ലോ, പിന്നെ നിന്നെ എവിടെ പോയി അന്വേഷിച്ച് കണ്ടെത്തും, നീ പോയതിന് ശേഷമാണ് മനു വരുന്നതെങ്കിൽ നിന്നെ പിന്നെ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നൊക്കെ ചോദിച്ച് വിഷമിക്കണം. അത് മുത്തശ്ശി ഞാൻ സ്നേഹനികേതനത്തിലേക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചത്, അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും ജോലി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തന്നെയാണ് കരുതിയത് എന്ന് പറയാട്ടോ അലീന.
അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ മനു പറഞ്ഞത് നീ കേട്ടല്ലോ, മനു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് പറയണം. ഇനി മനു പറഞ്ഞത് കേട്ടല്ലോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനെ വിളിച്ചറിയിക്കണം, അവനാണ് നിൻ്റെ മേലുള്ള ഉത്തരവാദിത്തം മുഴുവനും. ബാലചന്ദ്രനല്ല, ബാലൻ നിന്നെ കൊണ്ടുവരാനായിട്ട് മനുവിന് കൂട്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനു ആണ് നിന്നെ അവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. നീ ഇവിടുന്ന് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഇനി മനുവിനെ വിളിച്ചറിയിക്കണം, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനുവിനെ അറിയിക്കണം, മനു നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയട്ടോ മുത്തശ്ശി. അങ്ങനെ ശരി മുത്തശ്ശി, ഞാൻ അങ്ങനെ ഇനി ചെയ്യാം. ഇനി എന്താണെങ്കിലും മനുവേട്ടനോട് കാര്യങ്ങൾ പറയുന്നത് എനിക്കൊരു ധൈര്യമായി, മനുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. ഇനി ഞാൻ എന്ത് മനുവേട്ടനോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്താണ് അതിലൊരു കള്ളച്ചിരി എന്ന് പറയുമ്പോൾ എന്ത് മുത്തശ്ശി എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുക കേട്ടോ. അല്ല, മനുവേട്ടൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്താണ് ഇനിയിപ്പോൾ മനുവേട്ടനോട് ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, അതുകൊണ്ടാണ് മനുവേട്ടൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിക്കട്ടോ. മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്, മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ നടക്കട്ടെ, ഇത് എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ. എന്താണെങ്കിലും എൻ്റെ മോള് വന്നല്ലോ, ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും, എനിക്ക് പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് നടക്കണം എന്നൊക്കെ പറയട്ടോ. ശരി മുത്തശ്ശി, എനിക്കിനി കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് പോയി ചെയ്യട്ടെ, ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അലീന ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നേക്ക് കേട്ടോ മോളും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ കഴിച്ചോളാം, പിന്നെ കഴിച്ചോളാം എന്ന് പറയാം കേട്ടോ. അത് പറ്റില്ല, ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയണം. ആ സമയത്ത് മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും ബാലചന്ദ്രനും അലീനയും കൂടിയാണ് ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ എൻ്റെ ബാല എന്തൊക്കെയാണ് ഈ കൊച്ചിനെ പറ്റി ഇവിടെ പറഞ്ഞുണ്ടാക്കിയത്, നിങ്ങളെല്ലാവരും കൂടി ഇതിന് എന്തോരം വിഷമിപ്പിച്ചു എന്ന് പറയാം കേട്ടോ. അമ്മ അതൊക്കെ ഓരോ സാഹചര്യത്തിൽ വന്ന് പെട്ടതല്ലേ, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല, അമ്മയുടെ മോളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ, ചെറിയ കാര്യം കിട്ടിയാൽ മതി ഊതി പെരിപ്പിച്ച് വലുതാക്കി അത് പിന്നെ ഈ ഭൂലോക പ്രശ്നമാക്കി മാറ്റും, പിന്നെ അതിൽ നിന്ന് അവൾ ഒരിക്കലും പിന്തിരിപ്പിക്കാനാവില്ല എന്ന് അമ്മയ്ക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറയണം. എന്തൊരു സ്വഭാവമാണ് അവളുടേത്, അച്ഛൻ്റെ ഏകദേശമൊക്കെ സ്വഭാവം അവൾക്കും കിട്ടിയിട്ടുണ്ട്, ആ വാശിയും ദേഷ്യം ഒക്കെ എന്ന് പറയാട്ടോ. കുഞ്ഞിരാമമേനോൻ്റെ അല്ലേ മോള്, അപ്പോൾ അതൊക്കെ കിട്ടാതിരിക്കുമോ എന്നും കൂടി ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കെന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, എൻ്റെ ആ കേസ് അത് തെളിഞ്ഞല്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് മനുവേട്ടൻ വന്ന് തെളിയിച്ചല്ലോ, അതിലൊരു ആശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നതിൽ, അങ്ങനെ ഒരു തെറ്റുകാരിയായിട്ട് കുറച്ച് നേരത്തേക്കെങ്കിലും നിൽക്കേണ്ടി വന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയട്ടോ. എന്തായാലും സാരമില്ല മോളെ, അതൊക്കെ മറന്നേക്കുന്ന മുത്തശ്ശിയും അതുപോലെ ബാലനും കൂടി പറയാണ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബാലചന്ദ്രൻ പിന്നീട് കടയിലേക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കോളേജ് വിട്ടിട്ട് രോഹിത്ത് വരുന്നതാട്ടോ. കോളേജ് വിട്ട് രോഹിത്ത് വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീന തന്നെയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അലീനയെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ രോഹിത്തിന്. അപ്പോൾ രോഹിത്ത് പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് മുകളിലേക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന അവനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ രോഹിത്ത് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് പോകണം, കാരണം അവന് ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പം കൃഷ്ണയും അതുപോലെ ബബിതയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ടാണ് കൃഷ്ണ കയറി വരുന്നത്. ബബിതയാണെങ്കിൽ പഴയ മുഖഭാവത്തിൽ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായൊക്കെ സോൾവ് ആയെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ ഇവളോട് അത്രയ്ക്ക് മതിപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ കൃഷ്ണ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോളെ ഞാനിപ്പോൾ ചായ എടുത്ത് തരാം, മോളുടെ സ്പെഷ്യൽ കോഫി ഞാൻ എടുത്ത് തരാം എന്ന് പറയണം. അപ്പം ബബിതയും പറയുന്നുണ്ട് എനിക്കും വേണം സ്പെഷ്യൽ കോഫി എന്ന് പറയാം കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കുള്ളതൊക്കെ എടുത്ത് വെക്കണം. ആ സമയത്ത് കൃഷ്ണയാണ് ആദ്യം വരുന്നത്. ചേച്ചി എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്, ചേച്ചി പോവുകയെന്ന് കരുതി ഞാൻ ഒരുപാട് വിഷമിച്ചു, എനിക്ക് ഭയങ്കര സങ്കടം വന്നു, ചേച്ചി പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ചേച്ചി പോയി കഴിഞ്ഞാൽ ഇനി പഴയതുപോലെ തന്നെയാവും, ഒരു രസം ഉണ്ടാവില്ല, ചേച്ചി ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു, ചേച്ചി ഇങ്ങനെ കുറ്റക്കാരിയാക്കിയപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാനും ശരിയാണെന്ന് വിശ്വസിച്ച് പോയി, എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്, പക്ഷേ എല്ലാവരും കൂടി അങ്ങനെ ആയപ്പോൾ എനിക്കും എന്തോ പോലെയായി, സോറി ചേച്ചി എന്ന് പറയട്ടോ. അതൊന്നും സാരമില്ല മോളെ, അതൊന്നും നിൻ്റെ കുഴപ്പമില്ല, സാരമില്ല മോൾ, അതൊക്കെ വിട്ടേക്ക്, ചേച്ചി അതൊക്കെ മറന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോൾ കോഫി കുടിക്കുമെന്ന് പറഞ്ഞ് കോഫി കൊടുക്കണം. ആ സമയത്ത് ബബിതയും അതുപോലെ വന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ, കോഫി കഴിക്കണം. അപ്പോൾ രോഹിത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ രോഹിത്ത് വന്ന് ചായ കുടിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വന്നോളാം എന്ന് പറയാം. ഇത്രയൊക്കെ
ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം എപ്പിസോഡിൻ്റെ പ്രൊമോ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണല്ലോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും.